കർത്താവിൻ്റെ മക്കളാകുന്ന നമുക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിലും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി അടുത്ത് വരുവാൻ കർത്താവ് നമുക്ക് നൽകിയ നല്ല സന്ദർഭത്തിനായിട്ട് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയുകയാണ്. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസി അനുഗ്രഹീതമായ പാട്ട് പാടുകയായിരുന്നല്ലോ. പെട്ടെന്നാണ് തന്നോട് ആവശ്യപ്പെട്ടപ്പോൾ താൻ അങ്ങനെ പാടുകയായിരുന്നല്ലോ. അതിനകത്ത് കർത്തൃദാസി പാട്ടിൽ പറഞ്ഞൊരു വരി, അതിധൈര്യമായിട്ട് നമുക്ക് കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് അടുത്ത് ചെല്ലാം. അതിധൈര്യമായിട്ട് നമുക്ക് കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് അടുത്ത് ചെല്ലാം. ഇന്ന് രാവിലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അകത്ത് നമ്മൾ എവിടെ നിന്നാണ് പ്രാർത്ഥിക്കുന്നത് എന്ന ഒരു ബോധ്യം നമ്മുടെ അകത്ത് ആദ്യം ഉണ്ടാകുന്നത് നല്ലതാണ്. പ്രാർത്ഥന പല വിധത്തിലുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ഏകദേശം 5 തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥനയിൽ പ്രധാനമായ 3 മൈൻഡ് സെറ്റിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. 3 മൈൻഡ് സെറ്റിലാണ്, 3 തലത്തിലുള്ള പ്രാർത്ഥനയുണ്ട്. 5 വിധത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. അത് 3 തലത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. 3 മൈൻഡ് സെറ്റ്, 3 പൊസിഷനിലാണ് പ്രാർത്ഥിക്കുന്നത്. അത് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഞാനൊന്നുകൂടെ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പ്രാർത്ഥനയിലുള്ള ഗ്രൂണിങ് എന്താണ്. ഇങ്ങനെ പ്രാർത്ഥനയിൽ 5 തലത്തിൽ നിന്നുകൊണ്ട് പ്രസവ വേദനയോടെ, പക്ഷവാതം ചെയ്ത്, ഉള്ളം നൊന്ത്, കരഞ്ഞുകൊണ്ട് ഒക്കെയുള്ള പ്രാർത്ഥനകൾ 5 വിധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന 5 സ്റ്റെപ്പുകളുണ്ട്, ലെവലുകൾ. 5 ലെവലുകളുണ്ട്, 5 ആഴങ്ങളുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ കർത്തൃദാസി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞൊരു വാചകത്തെ ചൊല്ലിക്കൊണ്ട് ഞാൻ ഇന്നലെ രാത്രി ധ്യാനിച്ച് കിടന്ന ഒരു ഭാഗമാണിത്. ഞാൻ എന്നെ രാത്രി ധ്യാനിച്ച് കിടക്കുക മാത്രമല്ല, ഞാനത് സ്വപ്നമായിട്ടും കാണുകയായിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏത് സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥനകളെ പഴയ പുതിയ നിയമങ്ങളുടെ സംയോജനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് 3 സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനയാക്കി മാറ്റാം. 1 ഔട്ടർ കോർട്ട് പ്രയർ, 2 ഇന്നർ കോർട്ട് പ്രയർ, 3 ത്രോൺ റൂം പ്രയർ. 3 തലങ്ങളാക്കി നമുക്ക് തിരിക്കാം. അതിനകത്ത് ആദ്യത്തെ പ്രാർത്ഥന ഔട്ടർ കോർട്ട് പ്രയറാണ്. പ്രാകാരത്തിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. പ്രാകാരത്തിലെ പ്രാർത്ഥന എന്താണ്? പ്രാകാരത്തിലെ പ്രാർത്ഥന, ജനം പ്രാകാരത്തിൽ വന്നാൽ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, അവിടെയാണ് യാഗം നടക്കുന്നത്, അവിടെയാണ് കഴുകൽ നടക്കുന്നത്. അവിടുത്തെ പ്രാർത്ഥന ജനത്തിൻ്റെ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് കണ്ടമാനം വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളുടെ മറുപടിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഔട്ടർ കോർട്ടിലെ പ്രയർ എന്ന് പറയുന്നത്. എന്നാൽ എല്ലാവരും പ്രവേശിക്കാത്ത മറ്റൊരു സ്ഥലമാണ് ഇന്നർ കോർട്ട് എന്ന് പറയുന്നത്, വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത്. വിശുദ്ധ സ്ഥലത്തിലുള്ള പ്രാർത്ഥന ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, മറിച്ച് അവിടെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത്. കാഴ്ചയപ്പത്തിൻ്റെ മേശ, നിലവിളക്ക്, ധൂപവർഗം. അവിടെ നിലവിളക്കായി കത്തുന്നത് നമ്മുടെ കർത്താവാണ്. അവിടുത്തെ കാഴ്ചയപ്പം നമ്മുടെ കർത്താവാണ്. അവിടുത്തെ ധൂപവർഗവും കർത്താവിൽ കൂടിയുള്ള പ്രാർത്ഥനയാണ്, കർത്താവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥനയാണ്. അപ്പം ഇന്നർ കോർട്ട് പ്രാർത്ഥനയും ഔട്ടർ കോർട്ട് പ്രാർത്ഥനയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്നർ കോർട്ട് പ്രാർത്ഥനയിൽ നിലവിളക്ക് ഇടിച്ചെടുത്ത ഒലിവെണ്ണയാൽ ഈ നിലവിളക്ക് കത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇത് ദൈവസഭയ്ക്ക് നിഴലാണ്. ദൈവസഭയിൽ വന്ന വിശുദ്ധന്മാർ അവർ ദൈവത്താൽ പ്രയോജനപ്പെടുവാനായിട്ടും ഉപയോഗിക്കപ്പെടുവാനായിട്ടും ദൈവിക വരങ്ങൾ, ദൈവിക ശുശ്രൂഷകൾ വെളിപ്പെട്ടു വരുവാനും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അത് ക്രിസ്തുവിനെ ഭക്ഷിക്കും തോറും നമ്മുടെ അകത്തുനിന്ന് ഈ പ്രാർത്ഥനയുടെ ആഴങ്ങൾ തുറന്നു വരികയാണ്. നിങ്ങളൊരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ആത്മാക്കൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ ആത്മാവ് തുറന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, സ്വപ്നങ്ങൾ, വെളിപ്പാടുകൾ ദൈവാത്മാവ് കാണിക്കാനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇന്നർ കോർട്ട് പ്രാർത്ഥനയാണ്. എന്നാൽ നിങ്ങളുടെ വീട്ടിലൊരു വിഷയം നടക്കണം. കൊച്ചിൻ്റെ ഒരു വിഷയം, അപ്പൻ്റെ ഒരു വിഷയം, അമ്മയുടെ ഒരു വിഷയം, അവർ രോഗികളാണ്, അവർക്ക് ആ വിഷയങ്ങളിൽ മറുപടി ആവശ്യമുണ്ട്. നിങ്ങളുടെ തലമുറകളുടെ പഠനം, അവരുടെ ഭാവി,
അവരുടെ സ്വഭാവം, ഇങ്ങനെ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകളെ നമുക്ക് പ്രാകാരത്തിൽ നിന്നുള്ള പ്രാർത്ഥനകളായും, എന്നാൽ ഇന്നർ കോർട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുവാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെ നമുക്ക് ഇന്നർ കോർട്ട് പ്രാർത്ഥനകളായിട്ട് നമുക്ക് അതിനെ തിരിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്ന് രാവിലെ 3 തലത്തിലുള്ള പ്രാർത്ഥന നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും ഇന്നർ കോർട്ടിൽ കയറുന്നവരല്ല, എല്ലാവരും അതിവിശുദ്ധ സ്ഥലത്ത് പോകുന്നവരുമല്ല. നമ്മുടെ വീട്ടിലെ വിഷയങ്ങൾക്ക് വേണ്ടി ഇന്നർ കോർട്ടിൽ നാം ഹോളി സ്ഥലത്ത്, അതിവിശുദ്ധ സ്ഥലത്ത് വന്ന് നാം ദൈവത്തോട് സംയോജിക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം മറുപടിയുണ്ട്. പക്ഷെ എല്ലാവർക്കും ആ തലത്തിലേക്ക് വരാൻ പറ്റില്ല. ഈ ആഴ്ചയുടെ പ്രഥമ പ്രവൃത്തി ദിവസം നമ്മുടെ കുടുംബങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് കുറേ പ്രാർത്ഥന വിഷയങ്ങളുണ്ട്. നമുക്കിത് ആരോടും പറയാൻ പറ്റുന്നില്ല. ഇനി പറഞ്ഞ ആൾക്കാർ പ്രാർത്ഥിക്കുമോ? അത് പ്രാർത്ഥിക്കൂല. പ്രാർത്ഥിക്കാമെന്ന് ആൾക്കാർ പറയും. നമ്മുടെ കുടുംബത്തിൻ്റെ കാവൽക്കാർ അവരവർ തന്നെയാണ്. എല്ലാ കുടുംബത്തിലും ദൈവാത്മാവ് ഒരു വ്യക്തിയെ ആത്മീകമായി വളർത്തുന്നത് ആ വ്യക്തിയാണ് ആ കുടുംബത്തിൻ്റെ കാവൽക്കാരായി ദൈവത്തിൻ്റെ മുമ്പാകെ ഉള്ളത്. അങ്ങനെ ദൈവാത്മാവ് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. ആരും നിങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ ഭർത്താവ് വന്നിട്ടില്ലല്ലോ, ഭാര്യ വന്നിട്ടില്ലല്ലോ, അവർക്ക് ഇത്ര പ്രാർത്ഥനാ ജീവിതം ഇല്ലല്ലോ, നമ്മൾ അവരെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടുകയോ വേവലാതിപ്പെടുകയോ അത് കുറ്റമായിട്ട് അകത്ത് ചിന്തിക്കുകയോ ഒന്നും ചെയ്യേണ്ട. എല്ലാവരും വളർത്തുന്നത് ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള വ്യക്തികളെ ഓർത്തുകൊണ്ട്, വിഷയങ്ങളെ ഓർത്തുകൊണ്ട്, ആ വിഷയങ്ങൾക്ക് മറുപടി നൽകുന്ന ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ പ്രാർത്ഥന നമ്മൾ മലയാളത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്, അന്യഭാഷയിലല്ല നമ്മുടെ വിഷയങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ 1-2 മിനിറ്റുകൾ നമ്മൾ ഇന്ന് ആരംഭത്തിൽ പ്രാർത്ഥിക്കുന്ന അന്യഭാഷയിലുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചില്ല. ഞാൻ ഡയറക്റ്റ് പാട്ട് കഴിഞ്ഞ ഉടനെ അങ്ങ് കയറുകയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് എല്ലാവരും അന്യഭാഷ പ്രാർത്ഥിച്ച ശേഷം നിങ്ങളുടെ അകത്ത് ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുണ്ട് കർത്താവ്. പക്ഷെ ചിലർ അതിൽ നിന്ന് കയറി വന്നവരുണ്ട്. അങ്ങനെയുള്ളവർ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയില്ല. അല്ലാത്തവർ ചില മിനിറ്റുകൾ നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിച്ച ശേഷം നമുക്കെല്ലാവർക്കും നമ്മുടെ മൈക്കിൽ അൺമ്യൂട്ട് ചെയ്ത് നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങളും പറഞ്ഞ് നമുക്ക് 2-3 മിനിറ്റ് നേരം പ്രാർത്ഥിച്ചിട്ട് നമുക്കൊന്നുകൂടെ പ്രാർത്ഥന അകത്തളങ്ങളിലേക്ക് പോകാം. എല്ലാ മൈക്കും അൺമ്യൂട്ട് ചെയ്ത് ചില മിനിറ്റുകൾ നമുക്ക് അന്യഭാഷയിൽ ആദ്യം പ്രാർത്ഥിക്കാം. എന്നിട്ട് നമുക്ക് അകത്തേക്ക് ഇറങ്ങി വന്ന് പ്രാർത്ഥിക്കാം. എല്ലാ മൈക്കും അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു 2-3 മിനിറ്റ് വരെ അന്യഭാഷ പ്രാർത്ഥിച്ചു. ശാഖാബനാഥനാഥന വൈഡപ്രൗഢമനാരകശസ് കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അടുക്കിലേക്ക് അടുത്തു വരികയാണ്.
ശഖബാരബാദഹ പ്രൗഷവന ഹംദൽ പ്രൗഢവന ഘടകദനാരക പ്രൗഷവന ഘടകദനം ലാദൽ ഘടകദുര ജബർഷസ്കനാദിരാദന പ്രൗഢവന ഘടകദനാര ഘടകദനം നാം ഇവിടെ ഞാനിട്ടിരിക്കുന്ന വാക്യം നെഹമ്യാവിൻ്റെ പുസ്തകത്തിലെ വാക്യമാണ്. ഈ വാക്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. ഞാൻ പെട്ടെന്ന് പ്രാർത്ഥന കട്ട് ചെയ്യാൻ കാരണം നമുക്ക് കൃപാസനത്തിലുള്ള പ്രാർത്ഥന, ത്രോൺ റൂമിലുള്ള പ്രാർത്ഥനയ്ക്ക് ഇച്ചിരി സമയം കൂടുതൽ ചിലവഴിക്കാനാണ് ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തത്. ഒന്നാമത്തെ ലെവലാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒരു വിഷയം കേൾക്കുമ്പോൾ, ഒരു അവസ്ഥ കേൾക്കുമ്പോൾ കണ്ടോ, ഉടൻ തന്നെ നെഹമ്യാവ് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. കേട്ടപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പ്രാർത്ഥന, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. ആ വാക്കവനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു, ദുഃഖിപ്പിച്ചു. അവൻ ചെയ്ത പരിപാടി കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് സംസാരിച്ചതെന്തെന്നാൽ, പറഞ്ഞതെന്തെന്നാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന, ദുഃഖിപ്പിക്കുന്ന വിഷയങ്ങൾ കേൾക്കാൻ തുടങ്ങുമ്പോൾ ആ നെഹമ്യാവിൻ്റെ അകത്തുള്ള ഒരു ഭയങ്കര ധൈര്യം നിങ്ങൾ കണ്ടോ. സ്വർഗത്തിലെ ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ, അപ്പം അവന് നല്ല ധൈര്യമാണ്. ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ആരാണ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത്? പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? അപ്പം സ്വർഗത്തിലെ ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ട് ആ പ്രാർത്ഥനയുടെ മറുപടി അയക്കുമെന്നുള്ള അവൻ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ നിങ്ങൾ കണ്ടോ. ഭൂമിയിലെ അവസ്ഥകളുടെ നടുവിലാണ് അവൻ പ്രാർത്ഥിക്കാനിരിക്കുന്നതെങ്കിലും പെട്ടെന്ന് ഇവൻ ഹെവൻ റിലവുമായി കണക്റ്റഡ് ആകുകയാണ്. പെട്ടെന്ന് ഇവൻ ജനത്തിൻ്റെ അവസ്ഥകളുമായിട്ട് കണക്റ്റഡ് ആകുകയാണ്. തുടങ്ങിയത് ഒരു വിഷയം കേട്ടിട്ടാണ്, പക്ഷെ പെട്ടെന്ന് അവൻ പ്രമാണത്തിലേക്ക് കയറുന്നു, ദൈവവചനത്തിലേക്ക് കയറുന്നു, മോശയുടെ ദൈവം സംസാരിച്ച സംസാരത്തിലേക്ക് കയറുന്നു, തെറ്റിപ്പോയ അനുഭവങ്ങളിലേക്ക് കയറുന്നു. കാരണം എന്താ പറയുമോ, അവൻ്റെ അകത്ത് ഭയങ്കര വിശ്വാസമാണ്, അവൻ ഭയങ്കര ഫെയ്ത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഏലിയാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ, പ്രാർത്ഥന വായിക്കുമ്പോൾ നമ്മൾ ഒരു പദമുണ്ട് അവിടെ, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. ദീനക്കാരെ രക്ഷിക്കുന്ന അവിടെ നിൽക്കട്ടെ കേട്ടോ. ഒരാൾ ഈ വായിക്കുന്നു, വായിക്കാമോ? ആ ഒറ്റ വാചകം, ഒറ്റ വാക്കൊന്ന് വായിക്കാമോ? വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. അവിടെ നിൽക്കട്ടെ, എത്ര മതി നമുക്ക്? മതി. എന്നാൽ കണ്ടോ, ഫെയ്ത്തിനോട് കൂടിയ പ്രാർത്ഥന, വിശ്വാസത്തിലുള്ള പ്രാർത്ഥന. അപ്പം ഏത് റിലത്തിലുള്ള പ്രാർത്ഥനയാണെങ്കിലും ആ പ്രാർത്ഥനയുടെ റിസൾട്ട് ഉണ്ടാക്കുന്നത് ഫെയ്ത്താണ്. ഏലിയാവിന്റെ പ്രാർത്ഥന പ്രത്യേകത എന്താ? മഴ പെയ്യാതിരിക്കണമെന്ന് പ്രാർത്ഥിച്ചു, മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചു, മഴ പെയ്തു. അപ്പം നമ്മളുടെ പ്രാർത്ഥന സ്വർഗതലങ്ങളെ കയറി പിടിക്കുമെന്നും, 3 റിലത്തിലുള്ള പ്രാർത്ഥനയാണെങ്കിലും,
ഞാൻ ആദ്യത്തെ റിലം പറഞ്ഞു, ലേറ്റായി വന്നവരത് കേട്ടില്ല, നിങ്ങൾ പിന്നത്തെ യൂട്യൂബിൽ കേൾക്കുക. നിങ്ങളുടെ വിഷയമാകട്ടെ, ഇന്നർ കോർട്ട് ആകട്ടെ, ത്രോൺ റൂം ആകട്ടെ, മൂന്ന് തലത്തിലുള്ള പ്രാർത്ഥനയും തുടങ്ങുമ്പോൾ നിങ്ങളുടെ അകത്തത് ഫെയ്ത്തിലാണ് തുടങ്ങുന്നതെങ്കിൽ മൂന്നിനും മറുപടി ഉണ്ട് കേട്ടോ. ഇന്നലെ നമ്മൾ അതിനെക്കുറിച്ച് കർത്താവിന്റെ ദാസൻ നമ്മൾ വിശദമായിട്ട് പഠിപ്പിച്ചു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അവന് നമ്മളെക്കാൾ ഭയങ്കര സൂപ്പർലേറ്റീവ് ഡിഗ്രി ഒന്നും അല്ല, പക്ഷെ അവന് ഭയങ്കര ഫെയ്ത്താണ്. മൂന്ന് തലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ആദ്യം ഉണ്ടാകേണ്ടത് വിശ്വാസമാണ്. അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഞാൻ മൂന്നാമത്തിലേക്ക് വരാൻ ഓടുകയാണ്. രണ്ടാമത്തെ പ്രാർത്ഥന, ഒന്നാമത്തെ പ്രാർത്ഥന അത് ക്രിസ്തുവിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, ദൈവം പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസം. രണ്ടാമത്തെ പ്രാർത്ഥന ക്രിസ്തുവിനെ ഭക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനയാണ്. കാഴ്ചയപ്പത്തിൻ്റെ മേശയാണ് രണ്ടാമത്തെ സ്ഥലത്തുള്ള പ്രധാനപ്പെട്ട കാര്യം. അവിടെ നിലവിളക്കുണ്ട്, അവിടെ ധൂപവർഗമുണ്ട്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ധൂപവർഗത്തോടുകൂടെ സ്വർഗത്തിലേക്ക് കയറി ചെല്ലുകയാണ്. ഇവിടുത്തെ പ്രാർത്ഥന നിന്നെ ആത്മീകമായി പ്രകാശിപ്പിക്കാനാണ്. അവിടെയാണ് നമ്മൾ ദർശനങ്ങൾ കാണുന്നത്, സ്വപ്നങ്ങൾ കാണുന്നത്, ആത്മീകമായി പ്രയോജനപ്പെടുന്നത്, വരങ്ങൾ. അങ്ങനെ പിന്നെ ബൈബിളിൽ വാക്യമുണ്ട് കേട്ടോ, നിങ്ങളുടെ വരങ്ങൾ ദൈവാത്മാവ് നിങ്ങളെ പ്രവചന വരത്താൽ നിറയ്ക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ ആ വാക്യം കൂടെ വേണമെങ്കിൽ എടുക്കാം. 1 കൊരിന്ത്യർ 14 അധ്യായത്തിൽ വാക്യമുണ്ടല്ലോ. 1 കൊരിന്ത്യർ 1 അധ്യായത്തിൻ്റെ 14 അധ്യായത്തിന് 1 വാക്യം ഒന്ന് വായിക്കാമോ? ഞാൻ ഇട്ടിട്ടില്ല അല്ലേ, സോറി, ഒരു മിനിറ്റ്. 1 കൊരിന്ത്യർ 14 അധ്യായത്തിന് 1 വാക്യമാണ്. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിക്കുന്നു, ആത്മിക വരങ്ങളും പ്രവചനവരവും വാഞ്ചിക്കുന്നു. അപ്പൊ പൗലോസ് പറയുകയാണ് പ്രവചനവരം വാഞ്ചിക്കണം. വായിച്ചോ 5-ാം വാക്യം. അന്യഭാഷ നിങ്ങളെല്ലാവരും സംസാരിക്കണമെന്നും വിശേഷങ്ങൾ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. അപ്പൊ പൗലോസിന്റെ ആഗ്രഹം എന്താണ്? നിങ്ങളെല്ലാവരും പ്രവചിക്കണം, നിങ്ങളെല്ലാവരും വരങ്ങളുള്ളവരായി മാറണം. 11-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ടല്ലോ, കൃപാവരങ്ങളെ കുറിച്ച് പൗലോസ് കൃത്യമായി ഡീറ്റെയിൽ നൽകുന്നു. അപ്പൊ നമ്മളെല്ലാവരും കൃപാവരങ്ങളാൽ നിറയണം. അവിടെയാണ് വരങ്ങളുടെ ഒരു ഭാഗമാണ് നിങ്ങൾ ദൈവിക സ്വപ്നങ്ങളും ദർശനങ്ങളും ദൈവിക ശുശ്രൂഷകളൊക്കെ നിങ്ങൾ പ്രാപിക്കുന്നത്. വരങ്ങളുടെ ലക്ഷണമല്ല, വരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവനെ ശുശ്രൂഷിപ്പാനായിട്ട് ദൈവം നൽകുന്ന വരങ്ങളാണ്. നിങ്ങൾക്ക് ഒരു ആത്മീക ശുശ്രൂഷ ഈ ഭൂമിയിൽ ചെയ്യണമെങ്കിൽ, മറ്റുള്ളവരെ കർത്താവിലേക്ക് തിരിക്കണമെങ്കിൽ, മറ്റുള്ളവരെ ആത്മാക്കളെ നേടേണ്ടവനായി ദൈവം നിങ്ങളുടെ അകത്ത് തുറക്കുന്നതാണ് വരങ്ങൾ എന്ന് പറഞ്ഞാൽ. ഞാൻ അതിനകത്ത് സ്വപ്നങ്ങളുടെ പല ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം എടുത്തു. ഇനിയും പ്രധാനപ്പെട്ട ചില കാര്യം എടുക്കാനുണ്ട്, ഞാൻ നാളെയോ മറ്റന്നാളായിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ അകത്ത് ദൈവാത്മ നമ്മൾ വരങ്ങളാൽ നിറയ്ക്കുന്നവനാണ്. ദൈവം നമുക്ക് വേണ്ടി വരങ്ങൾ തുറക്കും. അപ്പൊ രണ്ടാമത്തെ റിലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രത്യേകത, അവർ ദൈവിക വരങ്ങളാൽ നിറയപ്പെടാനും ശുശ്രൂഷികൾ നിറയപ്പെടാനും നമ്മൾ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭകൾ വലുതാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപകളാൽ കർത്താവ് നിറയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ദൈവരാജ്യ നിമിത്തം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഘടകങ്ങൾ നമുക്ക് രണ്ടാം തലത്തിലുള്ള പ്രാർത്ഥനയിൽ കൊണ്ടുപോയി നിർത്താം. ഇന്നർ കോർട്ടിൽ കൊണ്ട് നിർത്താം. നിങ്ങൾ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടാൻ, നിങ്ങളുടെ തലമുറകൾ കർത്താവിന് പ്രയോജനപ്പെടാൻ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെല്ലാം ഇന്നർ കോർട്ടിലെ പ്രാർത്ഥനയായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. ഞാനിപ്പോൾ നമ്മൾ രണ്ടാം സെക്ഷനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. ആദ്യ സെക്ഷൻ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. രണ്ടാം സെക്ഷനിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്, കർത്താവേ ഞങ്ങളുടെ കുടുംബത്തിൽ അപ്പോൾ ചില വ്യക്തികൾ കേട്ടില്ലേ, ഞങ്ങളുടെ മക്കളെ ജോലി ചെയ്യേണ്ട, അതിനേക്കാൾ ഉപരി കർത്താവിൻ്റെ വേല ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ജോലി രാജിവെച്ച് കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവിൻ്റെ രാജ്യനിമിത്തം നിങ്ങൾ ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ, ആ പ്രാർത്ഥനയെ നമുക്ക് ഈ പ്രാർത്ഥനയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാവരും
ഇങ്ങനെയുള്ള ആത്മതലത്തിൽ വളർന്നു വരാൻ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ തലമുറകൾക്ക് ഇങ്ങനെ ഒരു എൻകൗണ്ടർ ഉണ്ടാകാതെ ഈ കാലത്ത് അവർ പിടിച്ചു നിൽക്കില്ല, നിലനിൽക്കില്ല. ഞാൻ ഇന്നലെ വൈകിട്ട് കേട്ട ന്യൂസ്, ഇന്നലെ രാത്രി ഞാൻ വീട്ടിൽ വന്ന് കിടക്കയിൽ കിടക്കുന്ന സമയത്ത് ഒരു ന്യൂസ് എടുത്ത് വായിച്ചു. 12, 11, 12, 13, 14, 15 വയസ്സുള്ള കുഞ്ഞുങ്ങൾ മഹാതകർച്ചയിലേക്ക്, അവരെ ചിന്തിക്കാൻ നമുക്ക് കഴിയാത്ത, എനിക്ക് ഈ 55 പേരോട് പറയാൻ കഴിയാത്ത തലത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു മടിയുമില്ലാത്ത തലത്തിലേക്ക് നമ്മുടെ തലമുറകൾ, നമ്മുടെ നാട്ടിൽ, കേരളത്തിലെ കാര്യം ഞാൻ പറയുന്നത്, കോഴിക്കോട് പഠന കാര്യം ഞാൻ ഇന്നലെ വായിച്ചത്, ഇങ്ങനെ നമ്മുടെ തലമുറകൾ തകരുന്നൊരു കാലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒറ്റ കാര്യം കഴിയുള്ളൂ. കർത്താവേ, അങ്ങ് ഇവരെ സ്പർശിക്കണമേ. ദർശനങ്ങളിലൂടെ, വെളിപ്പാടുകളിലൂടെ, സ്വപ്നത്തിലൂടെ, അങ്ങയുടെ ശബ്ദത്തിലൂടെ അങ്ങ് അവരോട് സംസാരിക്കണമേ. ഇപ്പോൾ കോളേജുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, നമ്മുടെ മക്കള് എല്ലാവരും, ഞങ്ങൾക്കുണ്ട് 3 മക്കള്, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറകളെല്ലാം കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ, അവർ ഇച്ചിരി വളർച്ച പ്രാപിച്ചവരാണെങ്കിൽ എല്ലാവരും കർത്താവ് തൊടേണ്ടവനായിട്ട്, അവരെല്ലാം കർത്താവിനാൽ പ്രയോജനപ്പെടാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 2ാം സെക്ഷനിൽ പരിശുദ്ധാത്മാവിനാലുള്ള പ്രകാശനം ഉണ്ടാകേണ്ടവന്, എല്ലാവരും ദൈവത്താൽ പ്രയോജനപ്പെടേണ്ടവനായിട്ട്, വരങ്ങളാൽ ജ്വലിക്കപ്പെടേണ്ടവനായിട്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ചില മിനിറ്റുകൾ എല്ലാവരും അന്യഭാഷ പ്രാർത്ഥിച്ച ശേഷം, ആ സ്പിരിച്വൽ റിലത്തിൽ നിന്ന ശേഷം നിങ്ങളുടെ കുടുംബങ്ങളിലുള്ള തലമുറകൾക്ക് വേണ്ടിയോ നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ചില മിനിറ്റുകൾ, 2-3 മിനിറ്റ് വരെ എല്ലാവരും അപരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചു. ഷാഖാറാബാന ശംദലാബിനാബനാബന ഹദുരജന ഹദുരജന ഭവ്ഷ പ്രൗഢബന ഹംദൽ പ്രൗഢബന അത്തരാബിനാബനാരക പ്രൗഢബന ഗടഗദനാരക സ്കംദൽ പ്രൗഢബന ഗടഗദനം റാദൽ ഖാന ബശേധുരാദന പ്രൗഢബന ഹംദൽ പ്രൗഢബന ജേദൽ ഗടഗദന വേദ പ്രൗഢബന ഹംദൽ പ്രൗഢബന ഹദന ഗടഗദന. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ മുഴുവൻ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ തലമുറകളെ മുഴുവൻ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഷാദൽ ഘടകവന് ഒന്നുപോലും അങ്ങേ വിട്ട് അകന്നു പോകാതിരിക്കണവന്, എല്ലാവരും ദൈവാത്മാവിന്റെ അടുത്ത തലങ്ങൾ പരിശുദ്ധാത്മാവ് തുറക്കേണ്ടവനായി, എല്ലാവരും ദൈവാത്മാവ് തൊടേണ്ടവനായി, ഒന്നുപോലും നശിച്ചു പോകാതെ, ഒന്നുപോലും തകർന്നു പോകാതെ, ഒന്നുപോലും ഉടഞ്ഞു പോകാതെ, ഒന്നുപോലും ഭാരപ്പെട്ടു പോകാതെ അതുരജന ഗതുരബന ഹർഷസ്കനാദിര പ്രൗഢബന ഗടഗദനാര ഗടഗ പ്രൗഢബന ഗടഗദനാര ഹർഷസ് ആതുർ ശഖാന ധീര പ്രൗഢബന ഹംദൽ പ്രൗഢബന ഗടഗദനം ശഖര ധിരാധിര പ്രൗഷബന ഗതുരബന ജഗശസ്കനാവിരാബനാദനം ഹ്രീബാബാന പ്രൗഷബന ഗടഗദനാരഗശസ്
വേടിതാലം വേദിഘടകം സൂര്യവർഗം വേദഖണ്ഡം ധർമ്മവേദി ദൈവദൂതം ആദനപ്രൗഢം അനുഭൗഷഘടക നമ്മള് രണ്ട് സെക്ഷനായിട്ട് ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ഇത് രണ്ടും നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനകളാകൊണ്ട് ഞാൻ രണ്ട് സെക്ഷൻ ഒരു 2-3 മിനിറ്റ് നേരമെയാണ് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ സമയമെടുത്തത്. ഇനി നമ്മൾ എന്താണ് ഈ ത്രോൺ റൂം പ്രയർ, അല്ലെങ്കിൽ സിംഹാസനത്തിലിരിക്കുന്ന പ്രാർത്ഥന, അല്ലെങ്കിൽ സ്വർഗസ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ടുള്ള പ്രാർത്ഥന, ആ വെളിപ്പാടുള്ള പ്രാർത്ഥന എന്താണ്? മറ്റു രണ്ടിപ്പോൾ നമ്മൾ നമ്മുടെ അവസ്ഥകൾ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, സിസ്റ്റർ പാടിയ പാട്ടിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അതിധൈര്യമായി കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് അടുത്തു വരിക, അവിടെ നമ്മൾ വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അവിടെ വസിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന എങ്ങനെയാണ്? നിങ്ങൾ ഒരു 3-4 മിനിറ്റ് നേരം ഇനി എന്നെ ശ്രദ്ധിക്കണം കേട്ടോ. ആരും ഉറങ്ങരുത്. രാവിലെ തന്നെ ഒന്ന് വായിച്ച്, ഒരാൾ ഈ വാക്യം ഒന്ന് വായിച്ച്, ഈ വാക്യം ഒന്ന് വായിച്ച്. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ, നിർത്തി പോണേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവര് കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ഇവര് പ്രാർത്ഥിക്കാനുള്ള കാരണം എന്താണ്? പ്രാർത്ഥിക്കാനുള്ള കാരണം നമുക്കറിയാവുന്നതാണ്. ഒരു 3-4 മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. 3-4 മിനിറ്റ് പ്രാർത്ഥിക്കാനുള്ള കാരണം എന്താണ്? പ്രാർത്ഥിക്കാനുള്ള കാരണം ഇവര് ദൈവം ചെയ്ത അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ അവര് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ അവരെ കാര്യമായിട്ട് വിളിച്ച് അവരെ ഭയങ്കരമായിട്ട് അവരെ തർജ്ജനം ചെയ്യുകയാണ്. അശേഷം സംസാരിക്കരുത്, യേശുവിൻ്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത് എന്ന് പറഞ്ഞ് അവരെ തർജ്ജനം ചെയ്ത് വിടുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ ഇനി സംസാരിക്കരുത് എന്ന് പറഞ്ഞ് അവരെ തർജ്ജനം ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ തർജ്ജനം ചെയ്ത ഈ സമയത്ത് അല്പമായ പീഡകൾ, അല്ലെങ്കിൽ അല്പമായ ദൈവസഭയ്ക്ക് വിരോധമായിട്ടുള്ള, കാരണം അവിടെ നടന്ന ഒരു മനുഷ്യന് നടന്ന അത്ഭുതകരമായ വിടുതലാണ് അവിടുത്തെ വിഷയം. അപ്പം നിങ്ങളെ ഒരു വിഷയത്തിനകത്ത് തർജ്ജനം ചെയ്താൽ, കണ്ട ഈ വാക്യമാണ് അവിടെ, എങ്കിലും അത് ജനത്തിൻ്റെ അധികം പരക്കാവിരിപ്പാർ അവർ യാതൊരു മനുഷ്യരോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് അവരെ തർജ്ജനം ചെയ്തു. പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുതെന്ന് ഉപദേശിക്കുമായിരുന്നെന്ന് കൽപ്പിച്ചു. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യമാണ്, പറയുന്ന പ്രസ്താവനയാണ് 19-ാം വാക്യം, 20-ാം വാക്യം. ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. അപ്പോൾ അവരെ തർജ്ജനം ചെയ്ത് വിട്ടയച്ചു. നിങ്ങളെ നിങ്ങൾ ഒരു വ്യക്തിക്ക് സൗഖ്യം കൊടുത്ത സൗഖ്യത്താൽ, അല്ലെങ്കിൽ നിങ്ങളിൽ കൂടി നടന്നൊരു മിനിസ്ട്രിയാൽ നിങ്ങളെ ന്യായാധിപ സഭയുടെ മുമ്പിൽ വിളിച്ച്, പോലീസ് സ്റ്റേഷനിൽ വിളിച്ച്, അല്ലെങ്കിൽ കോടതിയിൽ വിളിച്ച് നിങ്ങളെ കർശനമായി തർജ്ജനം ചെയ്ത് വിട്ടാൽ നിങ്ങളുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കും? നിങ്ങൾ ഈ 3 സ്റ്റെപ്പിൽ എവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു? ഔട്ടർ കോർട്ടിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ആ വിഷയങ്ങൾ ചൊല്ലി നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. കർത്താവേ, നീ അറിയുന്നില്ലേ, നീ എപ്പോഴാ വിഷയത്തിൽ പ്രവർത്തിക്കുന്നേ? വിഷയങ്ങളായിരിക്കും അവരവിടത്തെ ഭാരപ്പെടുത്തുന്നത്. എന്നാൽ നിങ്ങൾ ഇന്നർ കോർട്ടിൽ കയറിയാൽ ആ വിഷയങ്ങളും നിങ്ങൾ ദൈവമായിട്ട് കണക്ട് ചെയ്യും. നിങ്ങൾ അതിനകത്ത് പകുതി എഫർട്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. എന്നാൽ ഇവരുടെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇവരുടെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിക്കണേ. 1-2 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ആ വാക്യം ഒന്ന് വായിക്കണം. അവിടെ നിന്ന് അവരെ വിട്ടയച്ച ശേഷം അവർ ഒരുമനപ്പെട്ട് ദൈവാത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് അവർ പ്രാർത്ഥിച്ചത്? ആകാശവും ഭൂമിയും സമുദ്രവും അതിലൊക്കെ ഉണ്ടാക്കിയ നാഥനെ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായി അവന്റെ അഭിഷിക്തന് വിരോധമായി ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നുവെന്ന് നിന്റെ വാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനെ അരുളി ചെയ്തവനെ. അപ്പൊ ഇവര് ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പഴയ നിയമത്തിലെ വചനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്.
അപ്പം ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ത്രോൺ റൂം പ്രയറായി മാറുമ്പോൾ അവൻ വചനത്തിനകത്ത് ഭയങ്കര ബോൾഡ് ഉള്ളവനായി മാറും. നിങ്ങൾ കടന്നു പോകുന്ന ഏത് സാഹചര്യത്തിലൂടെയും ഇതിനു മുമ്പ് ദൈവ മനുഷ്യന്മാർ കടന്നുപോയിട്ടുണ്ട്. അത് തിരുവചനത്തിനകത്ത് കണ്ട് ഇനി നിങ്ങളുടെ അവിടെ പ്രാർത്ഥന ആരെങ്കിലും ഒരാളൊന്ന് നിങ്ങളുടെ മൈക്ക് ഓൺ ചെയ്ത് വായിക്കണം കേട്ടോ. ഇവിടെ നിന്നിട്ട് ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ബാക്കി വാക്യം നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാതിരുന്നത്. ഈ വാക്യം 27-ാം വാക്യം 28-ാം വാക്യം ഒന്ന് വായിക്കണം. വായിച്ചേ. നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പിലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണം എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഇവരൊരു വിഷയത്തിൽ കൂടെ കടന്നുപോയപ്പോ ഇവരെങ്ങനെയാ പ്രാർത്ഥിക്കുന്നേ? നമ്മൾ എങ്ങനെയാ പ്രാർത്ഥിക്കുക? നിങ്ങളുടെ വീട്ടിലൊരു വിഷയം വന്നു, ഒരു പ്രശ്നം വന്നു, ഒരു തർക്കം വന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു അവസ്ഥ കൂടെ. അപ്പൊ നമ്മൾ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ഇവര് പ്രാർത്ഥിച്ചത് എങ്ങനെയാ? ഇവരിങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് കൂടിയിരുന്ന സ്ഥലം കുലുങ്ങിയത്. ഞാൻ ഈ വാക്യം വായിച്ചപ്പോ സാഹചര്യം വിശകലനം ചെയ്തപ്പോൾ ഇവരെ സംഭവിച്ചത് ഒരു ശതമാനം പോലും ഇവരുടെ ദേഹിയെ ബാധിച്ചിട്ടില്ല. പിന്നെ എന്താ ഉണ്ടായത്? ഇവരുടൻ തന്നെ യേശുക്രിസ്തു അനുഭവിച്ചതിലേക്ക് പോയി. എന്നിട്ട് പറയുകയാണ്, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധദാസന് വിരോധമായി പൊന്തിയോസ് പിലാത്തോസും ഹെരോദാവും ജാതികളും ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി. ഹലോ, എന്നിട്ടോ സംഭവിക്കണമെന്ന് നീ നിശ്ചയിച്ചതല്ലാതെ വേറൊന്നും നടന്നില്ല. സത്യം. അപ്പൊ ഇവര് ദൈവം അനുവദിക്കാത്ത ഒരു കാര്യം പോലും ഈ ഭൂമിയിൽ നടക്കുന്നില്ല എന്നത് ഇവരുടെ പ്രാർത്ഥനയിൽ അവർ ഉച്ചരിക്കുകയാണ്. കണ്ടോ? ദൈവിക സിംഹാസനത്തിൽ നിന്ന് ദൈവം ഓർഡർ കൊടുക്കാത്ത ഒരൊറ്റ കാര്യം, നാടൻ ഭാഷ പറഞ്ഞ തലയിലെ മുടി പോലും കർത്താവിന്റെ തലയിൽ നിന്ന് പിതാവാം ദൈവം അനുവദിക്കാതെ കൊഴിഞ്ഞു പോയിട്ടില്ല. നമ്മൾ കർത്താവിന്റെ കഷ്ടാനുഭവം ധ്യാനിക്കുമ്പോൾ പറയാറുണ്ട്, കർത്താവിന്റെ മുഖത്തെ രോമങ്ങൾ അവർ റോമൻ തുട്ടുകൾ ചേർത്ത് പറിച്ചെടുത്തു. ഒരു രോമം പോലും കർത്താവിന്റെ മുഖത്തുനിന്ന് പിതാവ് അനുവദിക്കാതെ പറഞ്ഞിട്ടില്ല. ഇത് നിങ്ങളുടെ അകത്തുനിന്ന് കയറണം കേട്ടോ. സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. എന്നിട്ട് അടുത്ത വാക്ക് വായിക്ക്. ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളാലും ഉണ്ടാകുന്നവരാലും നിന്റെ വചന പൂർവ്വവൈരത്തോടുകൂടി പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇവരുടെ പ്രാർത്ഥന എന്താ? ഉണ്ടായതൊന്നും നിന്റെ അറിവുകൂടാതെ ഉണ്ടായിട്ടുള്ളതല്ല. നീ തീരുമാനിച്ചത് അപ്പുറത്തൂടെ ഒന്നും നടന്നിട്ടില്ല. ഇനിയോ ഞങ്ങൾക്ക് നിന്റെ കൃപ തരണം. എന്തിനു വേണ്ടിയിട്ട്? നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പറയാൻ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ഞാൻ അടുത്തൊരു പാർട്ടിലേക്ക് വരുന്നേക്കാൾ മുമ്പ് സമാപനത്തിൽ എനിക്കൊരു ഭാഗം പറയാനുണ്ട്. അവിടെയാണ് നമ്മളും ദൈവമായിട്ടുള്ള ബന്ധം വരുന്നത്. ഇപ്പം നിങ്ങളുടെ കുടുംബം കടന്നു പോകുന്ന കുറേ പ്രശ്നമില്ലേ, കുറേ അവസ്ഥകളില്ലേ? നിങ്ങൾ സ്വർഗസ്ഥലങ്ങളിലാണ് ദൈവത്താൽ ഇരുത്തപ്പെട്ടിരിക്കുന്നതെങ്കിൽ, പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിനോട് കൂടിയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഈ പദം തന്നെ പറയണം. കർത്താവേ, നീ അനുവദിക്കാത്തതൊന്നും എൻ്റെ വീട്ടിൽ നടന്നിട്ടില്ല. നീ അനുവദിക്കാത്ത ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. കർത്താവിൽ പിതാവാം ദൈവം ക്രിസ്തുവിൽ അനുവദിക്കാത്ത ഒന്നും അവിടെ നടക്കാത്തതുപോലെ എല്ലാവരും കൂടെ ഓഫീസിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ആൾക്കാരോട് പറയാറുണ്ട്, പാസ്റ്ററെ ആ ജോലിക്കാരൻ അല്ലെങ്കിൽ ആ ഓഫീസർ അവർ കൂട്ടം ചേർന്ന് എനിക്കെതിരെ തിരിഞ്ഞേക്കുക. ഇന്ന് രാവിലെ നിങ്ങളുടെ അകത്ത് ഈ വെളിപ്പാട് ചൊല്ലി പ്രാർത്ഥിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഹെരോദാവാര പീലാത്തോസാര കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഹെരോദാവ്, പീലാത്തോസ്, ജാതികള്, ഇസ്രായേല് എല്ലാവരും കൂടെ, ഇനി കൂടാൻ ആരുമില്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയാലും സംഭവിക്കണമെന്ന് പിതാവ് തീരുമാനിക്കാത്തത് നടക്കുകയല്ല കേട്ടോ. ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങളുടെ മൈൻഡ് വരുന്നുണ്ടോ? ഉണ്ടോ?
ഉണ്ടെങ്കിൽ ഈ വെളിപ്പാടിൽ ഒന്ന് പ്രാർത്ഥിച്ച്, ഈ വെളിപ്പാടിൽ 2-3 മിനിറ്റ് വരുന്ന പ്രാർത്ഥിച്ച്, ഇതൊന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ച്, എൻ്റെ കുടുംബത്തിൽ ഈ വർഷങ്ങളുടെ ഉള്ളിൽ, ഇത്രയും കാലഘട്ടത്തിനുള്ളിൽ ദൈവം അനുവദിക്കാത്തതൊന്നും നടന്നിട്ടില്ല. ഒന്ന് ആ വെളിപ്പാടൊന്ന് അകത്ത് കയറാൻ വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തോട്. എന്നിട്ട് ആ വെളിപ്പാടിലൊന്ന് പ്രാർത്ഥിച്ച് ഷാഖാറാപ നാന്തരാദിന ശത്രുരാധന എല്ലാ മന്മയ്ക്കാണ്, എല്ലാ മന്മയ്ക്കാണ്, എല്ലാ മന്മയ്ക്കാണ്. ഷാദന എന്ത് നഷ്ടം വന്നതോ, എന്ത് കഷ്ടം വന്നതോ, എന്ത് വേദന വന്നതോ, എന്ത് രോഗം, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇന്ന് രാവിലെ ക്ലിയർ ആകട്ടെ. റാബാന ഒന്നുകൂടെ ദൈവത്തിൽ ഉറപ്പുള്ളവരായി മാറട്ടെ, ഒന്നുകൂടെ ദൈവത്തിൽ ധൈര്യമുള്ളവരായി മാറട്ടെ. ഷാദരാധന ഒന്നുകൂടെ ദൈവത്തിനകത്ത് ഓ ഷാഖറ ഭാനാദനേ ദിരീഷ് ആറാ ചലത്തല ദനശസ്കന റബപ്രൗഷബന അന്തൽപ്രൗഢബന ഹദരവശി പ്രൗഢബന ഘടകദന ഷാദല ഭയങ്കര വീര്യമുള്ളവരായി മാറട്ടെ, ഭയങ്കര ധൈര്യമുള്ളവരായി മാറട്ടെ, ഭയങ്കര ഉറപ്പുള്ളവരായി മാറട്ടെ. ദൈവം അനുവദിക്കാത്തതൊന്നും, ദൈവം അനുവദിക്കാത്തതൊന്നും, ദൈവം അനുവദിക്കാത്തതൊന്നും, ഓ റഭാന ജാദൽ പ്രൗഷബന സിംഹാസനം അനുഭവിക്കാത്തതൊന്നും അവിടെ നിൽക്കട്ടെ. ഞാൻ സമയം ഓടുന്നത് കൊണ്ടാണ് ഞാൻ ഇടയിലിടയിൽ കട്ട് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഒരു 5-6 മിനിറ്റ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഈ 3 സെക്ഷൻ പറഞ്ഞപ്പോഴും. എന്നാൽ ഈ ഒരു കാര്യം കൂടെ പ്രാർത്ഥിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ അത് ആ ഭാഗം 3 സെക്ഷനായിട്ടും 3-4 മിനിറ്റ് വീതം എടുത്തിട്ടുള്ളൂ സമയം. ഞാനിത് പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരികയാണ്. ഞാൻ നമ്മുടെ UK സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ ചർച്ചിനകത്ത് ഞാൻ പോയിട്ടുണ്ട്. തൻ്റെ ഭാര്യ സഹോദരി ആനി, പേര് ചിലപ്പോൾ പറയുമ്പോൾ തെറ്റിപ്പോകാം കേട്ടോ, ആനി എന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് പേര് ഓർക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ആനി സിസ്റ്റർ മരിച്ചപ്പം താൻ അവിടെ വീട്ടിലില്ലായിരുന്നു. അവിടെ വെച്ച് തന്നെ ഉയർപ്പിച്ച സ്ഥലം. അപ്പോൾ താൻ അന്ന് ശുശ്രൂഷയിൽ പോയിരിക്കുകയായിരുന്നു. താൻ തിരിച്ചു വന്നപ്പോൾ ഭാര്യ മരിച്ചു കിടക്കുന്നു. തൻ്റെ മരണവിവരം അറിഞ്ഞിട്ടാണ് താൻ വരുന്നത്. വന്നിട്ട് തൻ്റെ ഭാര്യയെ താൻ ഉയർപ്പിക്കുകയാണ്. ഉയർപ്പിച്ചപ്പോൾ ഈ ഭാര്യ ചോദിച്ചു, ഭയങ്കര സ്നേഹനിധികളാണ് കേട്ടോ ഇവർ രണ്ടുപേരും. സ്മിത്ത്, നീ എന്തിനാ തിരിച്ചു വിളിച്ചത്? ഞാൻ കർത്താവിൻ്റെ അടുക്കലായിരുന്നു. ഉടൻ തന്നെ സ്മിത്ത് പറഞ്ഞു, നിനക്ക് കർത്താവിൻ്റെ കൂടെ ആയിരിക്കാനാണ് ഇഷ്ടമെങ്കിൽ നീ തിരിച്ചു പോയിക്കോളൂ എന്ന് സ്മിത്ത് പറഞ്ഞു. ഇത് ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ, പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ഞാൻ കഥ കേട്ട് പറയുന്നതല്ല, പല കഥകൾ കേൾക്കുന്നു, പല കഥകളും കേട്ട് പറയുന്നതാണ്, ഞാൻ വായിച്ചു പറയുന്നതാണ്. ഞാനവിടെ പോയി കണ്ടതുമാണ് ഈ സ്ഥലം. അപ്പോൾ ഉടൻ തന്നെ സ്മിത്ത് പറഞ്ഞു, നിനക്ക് കർത്താവിൻ്റെ അടുക്കലാണ് പോകുന്നതാണ് ഇഷ്ടമെങ്കിൽ നീ പൊക്കോളാൻ പറഞ്ഞു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഞാൻ ലിൻസി കൂടെ ഒരുമിച്ച് ജീവിക്കുന്നു, പെട്ടെന്ന് ലിൻസി മരിക്കുന്നു. എൻ്റെ അകത്ത് ദൈവം തന്ന ഫെയ്ത്തിനാൽ ഞാൻ ലിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിൻസി ഉയർത്തെഴുന്നേൽക്കുന്നു. അല്ലെങ്കിൽ തിരിച്ച് ഞാൻ മരിക്കുന്നു, ലിൻസി പ്രാർത്ഥിക്കുന്നു, ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്നു. അപ്പോൾ ഞാൻ ലിൻസി, നീ എന്തിനാ എന്നെ തിരിച്ച് വിളിച്ചേ? അപ്പോൾ ലിൻസി പറഞ്ഞു, അവളുടെ ആ ഫെയ്ത്തിലും ആ ദൈവ സ്നേഹത്തിലും വിളിച്ചപ്പോൾ. പക്ഷേ അവളുടെ സ്നേഹത്തിൽ എന്നെ വിളിക്കുമ്പം ഞാൻ പറയുന്നത് എനിക്ക് കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്നതാണ് ഇഷ്ടം. എന്തിനാ നീ എന്നെ വിളിച്ചേ? ഉടൻ തന്നെ ലിൻസി എന്ന് പറയുന്നു, എന്നാൽ കർത്താവിൻ്റെ അടുക്കലായിരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങോട്ട് പൊക്കോ എന്ന് ഞാൻ പറയണമെങ്കിൽ, സത്യത്തിലൊരു കുടുംബം, ഒരു സ്വർഗം പോലെ ജീവിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ലിൻസി, ഞാൻ, മക്കൾ, സഭ നല്ല നിലയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പം ഇവിടെ ജീവിക്കേണ്ട സ്വർഗത്തിൽ പോയാൽ മതി എന്ന് ചിന്തിക്കണമെങ്കിൽ
എത്ര ആനന്ദമാണ് കർത്താവിനോടുകൂടി ആയിരിക്കുന്നത്. സത്യത്തിൽ നിങ്ങൾ കർത്താവിനോടുകൂടെ ആകുന്ന ഒരു തലത്തിലേക്ക്, കർത്താവിനോടുകൂടി ഇരിക്കുന്ന ഒരു സ്റ്റേജ് വന്നാൽ നിങ്ങൾക്ക് പിന്നെ ഈ ഭൂമി ജീവിക്കാൻ തോന്നില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇത് ഫിസിക്കലി സ്മിത്തിന്റെ കുടുംബത്തിൽ നടന്ന കാര്യമാണ്. ഇനി ഞാൻ നിങ്ങളെ ഇന്ന് രാവിലെയുള്ള കൃപാസനത്തിലെ പ്രാർത്ഥനയിലേക്ക് വിളിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ആ മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് ചെന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥന വിഷയം? കൊച്ചുകളുടെ വിഷയമായിരിക്കുമോ? ഭർത്താവിൻ്റെ വിഷയമായിരിക്കുമോ? ഭാര്യയുടെ വിഷയമായിരിക്കുമോ? നിങ്ങളുടെ ശുശ്രൂഷയായിരിക്കുമോ? നിങ്ങളുടെ സഭയായിരിക്കുമോ? ഇപ്പം ഞാൻ സഭാ ശുശ്രൂഷനാണ്. സഭയിലെ കുടുംബങ്ങളുടെ വിഷയമായിരിക്കുമോ? സഭ പണിയണമെന്നായിരിക്കും? പുതിയ ബിൽഡിംഗ് വേണമെന്നായിരിക്കുമോ? സഭ 1000 ആക്കണമെന്നായിരിക്കുമോ? കർത്താവിൻ്റെ ദൂതൻ ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞാൽ കർത്താവ് ഇത് 4 ലക്ഷം ആക്കാമെന്ന്, 4 ലക്ഷം ആക്കണമെന്നായിരിക്കുമോ? എൻ്റെ പ്രാർത്ഥന ഇതൊന്നും ആവില്ല. എൻ്റെ പ്രാർത്ഥന എന്തായിരിക്കും അറിയോ? കർത്താവേ, എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്ക് നിന്റെ കൂടെ ഇരുന്നാൽ മതി. ഹോളി പ്ലേസിലെ പ്രാർത്ഥനയുടെ പ്രത്യേകത, മറ്റൊന്നും നിങ്ങൾക്ക് ആഗ്രഹം വരില്ല, മറ്റൊന്നും നിങ്ങൾ ആഗ്രഹിക്കില്ല. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് രാവിലെ കൊച്ചു വെളുപ്പം കാലത്ത് പ്രാർത്ഥിക്കാൻ എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ ഇതാണോ പറയുന്നതെന്ന് തോന്നാം. പക്ഷെ ചിലരെങ്കിലും ഇത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കടന്നു കർത്താവേ എനിക്കൊന്നും വേണ്ട. അതിപ്പം ഒരു 200 വിശ്വാസികളുടെ സഭ പാസ്റ്റർ അത് എനിക്കിത് വേണ്ടെന്ന് പറയാൻ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ ഇത് 1000 പേരായാൽ, 5000 പേരായാൽ, 50,000 ആയാൽ, ഇത് 1 ലക്ഷമായാൽ, 4 ലക്ഷമായാൽ, 4 ലക്ഷം പേരുള്ള സഭയായിട്ട് സഭ വളർന്നു കഴിയുമ്പോൾ ആ പാസ്റ്റർക്ക് പറയാൻ പറ്റും, കർത്താവ് എനിക്കിത് വേണ്ട, എനിക്ക് നിന്റെ കൂടെ ഇരുന്നാൽ മതി. പരിശുദ്ധാത്മാവ് മെറ്റീരിയൽ തലത്തിൽ നിങ്ങളെ ബ്ലസ് ചെയ്ത് ഒരു ഹയർ ഇലത്തിലേക്ക് നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു കൊണ്ടുപോകും. നിങ്ങൾക്ക് പറയാൻ തോന്നുന്നു, കർത്താവ് ഇതൊന്നും അല്ല എനിക്ക് വേണ്ടത്, എനിക്ക് വേണ്ടത് നിന്റെ കൂടെ ഇരുന്നാൽ മതി, എനിക്ക് വേണ്ട നിന്റെ സാന്നിധ്യമാണ്, എനിക്ക് വേണ്ട നിന്റെ മഹത്വത്തിനകത്ത് നിന്റെ അകത്ത് ലയിച്ച് നിന്നോട് ചേർന്നിരിക്കുകയാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ ഇരുന്നവനാണ് കേട്ടോ മൽക്കിസദേക്ക്. മൽക്കിസദേക്കിന്റെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കണം. മൽക്കിസദേക്ക് മഹത്വത്തിനകത്ത് മാത്രം ഇരിക്കുകയും എപ്പോഴെങ്കിലും ഒരു മിനിസ്ട്രി ആവശ്യമെന്ന പിതാവാന്തയം നിയോഗം കൊടുക്കുമ്പോൾ മാത്രം ഔട്ടർ കോർട്ടിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യനാണ് മൽക്കിസദേക്ക്. മൽക്കിസദേക്കിന്റെ കൃപപ്രകാരമുള്ള പൗരോഹിത്യത്തിൽ പുരോഹിതൻ ഇരിക്കുന്നത് എപ്പോഴും മഹത്വത്തിലാണ്. ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രം, പ്രത്യേക നിയോഗത്തിന് വേണ്ടി മാത്രം ഇറങ്ങി വരുന്നവനാണ് മൽക്കിസദേക്ക്. എന്നാൽ അഹരോന് പൗരോഹിത്യം അങ്ങനെയല്ല. അവരുടെ ശുശ്രൂഷ എപ്പോഴും ഔട്ടർ കോർട്ടിലാണ്. ചില സന്ദർഭത്തിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് അവൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്നത്. ഇന്ന് രാവിലെ നിങ്ങൾ എവിടെ നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്? എവിടെ വസിക്കാനാ? മോസ്റ്റ് ഹോളി പ്ലേസിനകത്ത് പരാതികളില്ല, ആവശ്യങ്ങളില്ല, അവിടെ അവനിൽ ലയിക്കുക. നിങ്ങളുടെ അകത്ത് അങ്ങനെ ആഗ്രഹം വരുന്നുണ്ടോ? ഈ വീട്ടിനകത്ത് ജീവിക്കാനായിട്ട് അടിയുണ്ടായിട്ട് ഭാര്യയും ഭർത്താവും കൂടെ ഭയങ്കര വഴക്കാ, കുറച്ച് ദിവസമായിട്ട് ഭയങ്കര സാമ്പത്തിക പ്രശ്നം. അപ്പൊ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നതിനാൽ ഇനി എനിക്ക് കർത്താവ് മതി എന്നല്ല പറയേണ്ടത്. എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ടാണ് നിൽക്കുന്നതെങ്കിലും ഇതിനേക്കാളെല്ലാം വലുത് അവൻ്റെ അകത്ത് രസിച്ച് അവൻ്റെ അടുക്കൽ അവനോട് ചേർന്നിരുന്ന് അവനോട് കൂടെ ഇരിക്കുന്നതാണ്, അവനിൽ വസിക്കുന്നതാണ് മഹത്വമെന്ന് മനസ്സിലാക്കി അവിടെ ഇരിക്കാൻ, അവനോട് ചേർന്നിരിക്കാൻ ഒരു ആഗ്രഹം നിങ്ങളുടെ അകത്ത് വരുന്നുണ്ടോ? എങ്കിൽ ത്രോൺ റൂമിലെ പ്രാർത്ഥനയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. അവിടെ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ത്രോൺ റൂം മിനിസ്ട്രി നിങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും, തുറന്നു വരാൻ തുടങ്ങും. ആദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം 2 പ്രാവശ്യം ആദ്യത്തെ 3 പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിപ്പിച്ചത്. കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ അകത്ത് വിഷമം വരും. അയ്യോ പാസ്റ്ററെ, ഞങ്ങളുടെ വീട്ടിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞങ്ങൾ വന്നേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം 3 ഭാഗം അങ്ങനെ പ്രാർത്ഥിച്ചേ. ഇനിയൊന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്കി, നിങ്ങളുടെ മനസ്സുകൊണ്ടൊന്ന് ധ്യാനിച്ച്, കർത്താവേ മറ്റെല്ലാറ്റിനേക്കാളും എനിക്ക് നിന്റെ കൂടെ ഇരുന്നാൽ മതി, എനിക്ക് ആ ത്രോൺ റൂമിൽ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഇരുന്നാൽ മതി. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞത് നിങ്ങളെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുകയാണെന്ന്. ഒന്നും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അങ്ങനെ ആർക്കെങ്കിലും പറ്റുമോ? ഈ 57 പേരിൽ ഒരു 3-4 പേരെങ്കിലും കർത്താവേ എനിക്ക് അങ്ങയോട് മാത്രം ചേർന്ന്. ഞാൻ 3-4 പേരെന്ന് പറയുന്ന ആൾക്കാരെ എണ്ണം കുറയ്ക്കുകയല്ല കേട്ടോ. എല്ലാവർക്കും അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു വളർച്ച വളർന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയാൽ മറ്റെല്ലാ വിഷയങ്ങളും വിട്ടേ. കൊച്ചിൻ്റെ വിഷയവും ഭർത്താവിൻ്റെ വിഷയവും ഭാര്യയുടെ വിഷയം ഇതെല്ലാം ഉണ്ട്, എല്ലാ വിഷയം അതൊക്കെ പ്രാകാരത്തിൽ നിൽക്കുന്നവൻ്റെ പ്രാർത്ഥനയാ. ഹോളി പ്ലേസിലേക്ക് വരുന്നവൻ്റെ പ്രാർത്ഥന അവന് വിഷയങ്ങളൊന്നും ബാധകമല്ല. അവന്
അവൻ്റെ ദൈവത്തിൽ അവൻ അലിഞ്ഞു ചേരണം, ദൈവത്തോട് അവൻ ഇഴുകിയിരിക്കണം. മറ്റൊരു പ്രാർത്ഥന വിഷയം അവനുണ്ടാകില്ല. അപ്പൊ അവൻ്റെ പ്രാർത്ഥന വിഷയത്തിൽ ആര് പ്രവർത്തിക്കും? അവൻ്റെ പ്രാർത്ഥന വിഷയത്തിൽ അവനേക്കാൾ ഉത്തരവാദിത്വമാണ് അവൻ്റെ അപ്പന്. അപ്പനാണ് ഉത്തരവാദിത്വം. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നിന്റെ ദൈവത്തിനാണ് ഉത്തരവാദിത്വം. അതുകൊണ്ട് എല്ലാ വിഷയങ്ങളിൽ നിന്നും ഈ മനുഷ്യൻ സമൂഹജീവിയാണ്. അപ്പൊ സമൂഹജീവിയാകിയാൽ എല്ലാവരും വിഷമിപ്പിക്കുകയാണ്. ഒരു ചെറിയ മുറിവ് വന്ന പിന്നെ ലോകത്ത് സംസാരിക്കുന്ന സംസാരങ്ങൾ മുഴുവൻ നമ്മുടെ അകത്ത് വേദനയായി കയറുകയാണ്. ഒരു ചെറിയ പ്രശ്നം വീട്ടിൽ തുടങ്ങിയ പിന്നെ എല്ലാ പ്രശ്നങ്ങളും വീട്ടിൽ മുറിവായി കയറുകയാണ്. പിന്നെ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ കരയുന്നത് എന്തുകൊണ്ടാ? അവര് പറഞ്ഞ കാര്യം ഓർത്ത്, ആ വിഷയം ഓർത്ത്, ഈ വിഷയം ഓർത്ത് കരയുന്നത്. നേരെ തിരിച്ചൊന്ന് പ്രാർത്ഥിച്ച് മാനീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ, പിതാവേ എൻ്റെ ഉള്ളം നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. നമുക്ക് ദൈവത്തോട് അങ്ങനെ എനിക്ക് നിന്നോട് മാത്രം ചേർന്നാൽ മതി, എനിക്ക് നിന്നെ മാത്രം മതി, നിന്റെ മുഖം എന്നിൽ നിന്ന് മറക്കരുതേ എന്ന് ആ ത്രോൺ റൂമിലേക്ക് ചെന്ന്, ഈ പിള്ളേര് ചില നേരത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അപ്പനോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് അപ്പൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്ന് അപ്പൻ ആ സ്നേഹത്തിൽ കോരി ഉമ്മയൊക്കെ വെച്ച് മടി കയറ്റിയിരുത്തിയപ്പോൾ കൊച്ചു പറയാൻ വന്ന കാര്യം മറന്നുപോയി. കേൾക്കുന്നു നിങ്ങൾ? കൊച്ചു വലിയ കാര്യമായിട്ട് അപ്പനോട് എന്തൊക്കെയോ പറയാൻ വേണ്ടി വന്നോ, ആവശ്യങ്ങൾ പറയാൻ വേണ്ടി വന്നവാ. അപ്പൻ്റെ സ്നേഹത്തിന്റെ കരം നീണ്ടുവന്ന കൊച്ചിനെ വാരിയെടുത്ത് ചുംബനം കൊടുത്ത് മടിക്കകത്ത് ലാളിക്കാൻ തുടങ്ങിയപ്പോൾ പറയാൻ വന്ന ആവശ്യം കൊച്ചു മറന്നുപോയി. ഇങ്ങനെയായിരിക്കണം ത്രോൺ റൂമിലെ പ്രാർത്ഥന. കണ്ടമാനം വിഷയം കണ്ട നടുവിൽ ദൈവത്തോട് അതൊന്ന് പറയാൻ വേണ്ടി ഓടി വന്നപ്പോൾ കർത്താവിന്റെ സ്നേഹത്തിന്റെ വലിയ കരം നമ്മെ തേടിപ്പിടിച്ച അവൻ നമ്മെ ആലിംഗനം ചെയ്ത് അവന്റെ മടിക്കകത്ത് കോരിയെടുത്തിരുത്തുമ്പോൾ എല്ലാം മറന്ന് അവിടെ ഇരിക്കുവാൻ കൊതിക്കുന്ന ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ നിങ്ങൾക്ക് അവന്റെ സാന്നിധ്യത്തിനകത്ത് ഇരിക്കാൻ മാത്രം ഒരു സാവകാശം തന്നാ മതി. കർത്താവേ, ശുശ്രൂഷയേക്കാൾ വലുത്, വീട്ടിലെ വിഷയത്തെക്കാൾ വലുത്, കൊച്ചിന്റെ വിഷയത്തെക്കാൾ വലുത്, കൊച്ചിന്റെ പഠനത്തെക്കാൾ വലുത്, ഭാര്യയുടെ അവസ്ഥകളെക്കാൾ വലുത്, രോഗത്തെക്കാൾ വലുത്, കടഭാരത്തെക്കാൾ വലുത്, സാമ്പത്തിക പ്രതിസന്ധിയേക്കാൾ വലുത്, ഭർത്താവിന്റെ വേദനയേക്കാൾ വലുത്, തലമുറകളെ ഇവനേക്കാളൊക്കെ വലുത് എനിക്ക് നിന്റെ കൂടെ ഇരിക്കണം. ഇങ്ങനൊരു പ്രാർത്ഥന നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. നോക്കി കർത്താവ് എനിക്ക് നിന്റെ അകത്ത് ലയിച്ച്, അവിടെയാണ് കർത്താവിന്റെ മനസ്സുള്ളതായി മാറുന്നത്. ഞാൻ നിങ്ങളെ എല്ലാവരെയും മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ നിർബന്ധിക്കുന്നില്ല. പറ്റുന്നവരുണ്ടെങ്കിൽ 1-2 മിനിറ്റുകൾ നിങ്ങളുടെ മൈക്കിൽ അൺമ്യൂട്ട് ചെയ്ത് കർത്താവേ ഞങ്ങൾക്ക് നിന്നിൽ മാത്രം ലയിച്ചിരിക്കണം. ഒന്നെന്റെ ഭാഷ പ്രാർത്ഥിക്കാമെങ്കിൽ ആ വെളിപ്പാടൊന്ന് പ്രാർത്ഥിച്ച കർത്താവിനോട്. വിഷയങ്ങളുടെ അകത്ത് കുടുങ്ങി, സംഭവങ്ങളുടെ അകത്ത് കുടുങ്ങി, പ്രാർത്ഥനാ വിഷയങ്ങളുടെ നിരകൾ നിരത്തി വെച്ച് അവനകത്ത് പിടഞ്ഞു കിടന്ന് തകരാനല്ല ഞങ്ങളെ വിളിച്ചത്. ഞങ്ങളെ വിളിച്ചത് അങ്ങയിൽ വസിപ്പാനാണ്, ഞങ്ങളെ വിളിച്ചത് അങ്ങയിൽ ഇരിക്കാനാണ്. അപ്പോ ഈ രാവിലെ ഞങ്ങൾ അങ്ങയുടെ അകത്തേക്ക് അടുത്ത് വരികയാണ്. ഞാൻ ഈ പറയുന്ന ആശയം മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒരു ഉയർന്ന ഹയർ ഇലത്തിലേക്ക് കയറാൻ പ്രാർത്ഥിക്കുക. അവിടെയാണ് നിങ്ങൾ പുത്രത്വത്തിന്റെ വെളിപ്പാടിലുള്ള പ്രാർത്ഥനകളിലേക്കൊക്കെ പ്രവേശിക്കുന്നത്. അപ്പാ ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട അപ്പാ, മറ്റൊന്നും വേണ്ട അപ്പാ. ഞങ്ങൾ അതിനല്ല പ്രയോറിറ്റി കൊടുക്കുന്നത്. ഞങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടായാലും അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ കൂട്ടായ്മയും അങ്ങയുടെ മഹത്വവും അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് അതിനകത്ത് രസിക്കണം, ഞങ്ങൾക്ക് അങ്ങയിൽ വസിക്കണം അപ്പാ, ഞങ്ങൾ അങ്ങയോട് ചേർന്നിരിക്കണം അപ്പാ. ഈ ലോകം നൽകുന്നതിലല്ല, ഈ ലോകത്തിൽ അങ്ങ് നൽകുന്നതിലല്ല, അങ്ങയെ തന്നെ മുറുകെ പിടിക്കുവാൻ, അങ്ങയിൽ തന്നെ വസിക്കുവാൻ. ഞങ്ങൾക്ക് അങ്ങയെ ആഴമായി
നേരിട്ട് അനുഭവിക്കണം. ഉലകസ്ഥാപനത്തിൻ മുൻ ഉളവായൊരൻപാൽ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. മകൾ സ്നേഹം പരലോക പിതാവു തൻ മകനെ മാരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മാരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൾ സ്നേഹം പരലോക പിതാവു താൻ മകനെ മാരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാൽ പിരിയാ ബന്ധമാണിതു യുഗകാലം വരെയും. ഈ ഭൂമിയിലെ എല്ലാ ബന്ധങ്ങളും പിരിയേണ്ടി വരും കേട്ടോ. നമ്മൾ ആർക്കൊക്കെ വേണ്ടിയാണോ വേദനിക്കുന്നത്, ആർക്കൊക്കെ വേണ്ടിയാണോ കരയുന്നത്, ആരൊക്കെയാണോ നിങ്ങൾ വേദനിപ്പിച്ചത്, ഈ ബന്ധങ്ങളെല്ലാം പിരിയേണ്ടി വരും. പക്ഷെ പിരിയാത്ത ഒരൊറ്റ ബന്ധമേ ഉള്ളൂ, അത് അവനുമായിട്ടുള്ള ബന്ധമാണ്. അത് അവിടെ ചെന്നിട്ടല്ല സ്ഥാപിക്കേണ്ടത്. നിങ്ങളിപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ആഴമായി നിങ്ങളുടെ ജീവിതത്തിൽ അത് സ്ഥാപിക്കുവാൻ ദൈവാത്മാവിനാൽ നിങ്ങളെ തന്നെ ഒരുക്കുക. ഞാൻ ആ പാട്ടിന്റെ ആ ഒരടി മാത്രം പാടി ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു ബന്ധം നമുക്കിപ്പോൾ കൃപാസനത്തിന്റെ അകത്ത് ദൈവാത്മ തുറന്നു വെച്ചിരിക്കുകയാണ് കേട്ടോ. മറ്റെല്ലാം നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് പ്രയോറിറ്റികൾ മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് അവനെ മാത്രം മുറുകെ പിടിക്കാം. ഞാൻ ആ പാട്ടിന്റെ ഈ അടി മാത്രം പാടുന്നു. മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാൽ പിരിയാ ബന്ധമാണിതു യുഗകാലം വരെയും. മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാൽ പിരിയാ ബന്ധമാണിതു യുഗകാലം വരെയും. പിരിയാ ബന്ധമാണിതു യുഗകാലം വരെയും. മകൾ സ്നേഹം
പരലോക പിതാവു താൻ മകനെ മാരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മലിനത മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മനുവേലിൻ നിണം ചീന്തി നരരെ വീണ്ടെടുപ്പാൻ. മനുവേലിൻ നിണം ചീന്തി, മനുവേലിൻ നിണം ചീന്തി, മനുവേലിൻ നിണം ചീന്തി നരരെ വീണ്ടെടുപ്പാൻ. മകൾ സ്നേഹം, മകൾ സ്നേഹം, പരലോക പിതാവു താൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. ക്രൂശിൽ സ്വർഗസ്ഥനായ പിതാവ് തന്റെ ഏകജാവനായ പുത്രനെ കൈവിട്ടത് നമ്മൾ കൃപാസനത്തിൽ അവനുമായിട്ടുള്ള ആഴമായ ബന്ധത്തിൽ ജീവിക്കാനാണ്. ഇന്ന് രാവിലെ പുതിയൊരാഴ്ച അതിൻ്റെ വർക്കിംഗ് ഡേയ്സ് ആരംഭിക്കുകയാണ്. നിങ്ങൾ ജോലി സ്ഥലത്തേക്ക് പോകുന്നവരുണ്ട്, ഭവനങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ഇടപെടുന്നവരുണ്ട്. എന്തിനകത്ത് ഇടപെടുമ്പോഴും നിങ്ങൾ കൃപാസനത്തിൽ അവനോടുകൂടി അവനുമായി പിരിയാ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെന്നും നിങ്ങൾ അവൻ്റെ സാന്നിധ്യത്തിലാണ്, അവൻ്റെ മഹത്വത്തിനകത്താണ്, നിങ്ങളും അവനും ഒന്നാണ്, പരസ്പരാധിവാസമുള്ളവരാണ് എന്ന വെളിപ്പാടിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന സകലതിനെയും അഭിമുഖീകരിപ്പാൻ, സകലതിനോടും സംസാരിപ്പാൻ, ആ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് അവനിലുള്ള വിശ്വാസത്താൽ, അവന്റെ വിശ്വാസത്താൽ ഏതിലേക്ക് നോക്കി സംസാരിപ്പാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. കൃപാസനത്തിൽ അവനോടുകൂടെ വസിക്കുന്നവരുടെ മനസ്സ് ഭയങ്കര വിശ്വാസത്തിൻ്റെ നിറവുള്ളതായിരിക്കും. ആ തലത്തിൽ നിൽക്കുവാൻ തുടങ്ങിയാൽ ഭയങ്കരമായ ഗ്ലോറി നിങ്ങളിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ 18ാമത്തെ രാവിലെ ഞങ്ങൾ ഒരുമിച്ച് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയായിരുന്നല്ലോ. പ്രാർത്ഥനയുടെ വ്യത്യസ്ത തലങ്ങൾ, പ്രാകാരത്തിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, പ്രധാനമായി ഞങ്ങൾ അതിവിശുദ്ധ സ്ഥലത്ത് തിരശ്ശീലയ്ക്കകത്തേക്ക് ഞങ്ങൾ അങ്ങിയാൽ വിളിക്കപ്പെട്ടവരാകിയാൽ ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങളുടെ മനസ്സിനെ പണിയേണ്ടതും ഞങ്ങളുടെ കാഴ്ചപ്പാടുകളെ മാറ്റേണ്ടതും ഞങ്ങൾ ചില മിനിറ്റുകൾ കൊണ്ട് ചിന്തിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നല്ലോ. ഞങ്ങളുടെ മക്കൾക്ക് ആ തലത്തിൽ ജീവിപ്പാൻ പരിശുദ്ധാത്മ കൃപ നൽകണമേ കർത്താവ്. അങ്ങനൊരു ബന്ധത്തിലേക്ക് ഇവർ വളരട്ടെ കർത്താവ്. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് അങ്ങ് ഇവരകത്ത് കൊടുക്കണമേ കർത്താവ്. ഈ ഉപവാസ പ്രാർത്ഥന അവരുടെ മനസ്സിനെ അങ്ങനെ അങ്ങയുടെ മനസ്സായി, ക്രിസ്തുവിൻ്റെ മനസ്സായി പണിയുന്ന മനസ്സാകുവാൻ, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തുറന്നു വരുന്ന ദൈവശക്തിയുടെ പ്രദർശനം, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എന്ന് ഞങ്ങൾ വായിക്കുന്നില്ല കർത്താവ്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴല്ലോ മഹത്വം തുറന്നു വന്നത്. ആ മഹത്വം ഇവരുടെ കുടുംബങ്ങളിൽ തുറന്നു വരേണ്ടവനായി, ഇവരെ വേദനിപ്പിക്കുന്ന, ഇവരെ വിഷമിപ്പിക്കുന്ന ഭാരപ്പെടുന്ന വിഷയങ്ങളുമെല്ലാം മഹത്വം തുറക്കുവാൻ, മനസ്സിനകത്ത് അങ്ങ് മാത്രം നിറഞ്ഞു നിന്ന് പ്രാർത്ഥിപ്പാൻ അങ്ങ് കൃപ കൊടുത്തവനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട ആഴ്ചയായി ഈ ആഴ്ച മാറട്ടെ, ഒരു മഹത്വീകരിക്കപ്പെട്ട ആഴ്ചയായി ഈ ആഴ്ച മാറട്ടെ, രാജകീയ ആഴ്ചയായി ഈ ആഴ്ച മാറട്ടെ. പ്രാർത്ഥനകളെ യാചനം കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസം കൂട്ടായ്മയും കാവലും പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഷലോം. ഷലോം. Hello.